ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരുന്നു. ഇതോടുകൂടി ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട നേരത്തെ തന്നെ തങ്ങളുടെ പ്രതിഷേധം വ്യക്തമാക്കിയതാണ്. മഞ്ഞപ്പടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 അപ്ഡേറ്റുകൾ കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് മഞ്ഞപ്പട ഒഫീഷ്യലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉടമസ്ഥനായ നിഖിലിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി കൊണ്ട് ഒരു യോഗം ചേരണം എന്നാണ് നിഖിലിനോട് മഞ്ഞപ്പട ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം പങ്കെടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയാണ്. നിഖിൽ ഇപ്പോൾ യാതൊന്നിലും പങ്കെടുക്കുന്നില്ല. നിഖിലുമായി ഒരു യോഗം ചേരണം എന്നാണ് മഞ്ഞപ്പടയുടെ ഒരു ആവശ്യമായി കൊണ്ടുവരുന്നത്. അവർ ഇപ്പോൾ ഒരു മെയിൽ അയച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റൊരു സംഭവം കൂടി ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഹോം മത്സരം കളിക്കുക ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം ക്ലബ്ബ് തന്നെ നടത്തിയിരുന്നു. പക്ഷെ അത് മഞ്ഞപ്പട ഇടപെട്ടുകൊണ്ട് തടഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അഭിക് ചാറ്റർജിക്ക് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടായിരുന്ന അതേ ടിക്കറ്റ് നിരക്ക് തന്നെയായിരിക്കും ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒരുക്കം ഉണ്ടായിരുന്നു. പക്ഷെ അത് മഞ്ഞപ്പട ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് തടഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആരാധകരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരികയാണ്. ആദ്യ മത്സരത്തിൽ 16,000-ഓളം ആരാധകർ എത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ കേവലം 7,000-ഓളം ആരാധകർ മാത്രമായിരുന്നു എത്തിയിരുന്നത്. അത് ഇനിയും കുറയാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.